ഹായ് സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്നിവിടെ ചെയ്യാൻ പോണത് ഇതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫാൻസി ഹാങ്ങിങ് ലൈറ്റും പിന്നെ ഒരു പോട്ടാണ്. അതായത് നമ്മളെ ഫാൻസി ചെടികളെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു പോട്ട്. ഇതൊന്ന് ഞാൻ മിനുക്കപ്പണി ചെയ്യാണ്. അതായത് ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഗ്ലേസിങ് ആക്കി എടുക്കുക. അതാണ്ട് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി. പെയിൻ്റ് എന്ന് വെച്ചാൽ ക്ലിയർ വാർണിഷൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് ഇനി ഇതിൽ ലൈറ്റ് കൊടുക്കണം. ഹാങ്ങിങ് ആയിട്ടുള്ള ലൈറ്റ് ഞാൻ ഫോറിൻ മാർക്കറ്റ് പോയിട്ട് സെലക്ട് ചെയ്ത് ഇതിലേക്ക് സൂട്ടബിളായ ലൈറ്റ് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റ് കൊടുക്കണം. എന്തായാലും സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ അത് വേറൊരു തന്നെയാണ്. പിന്നെ ഇനി തൂങ്ങുമ്പോൾ ഇതുപോലെ ഈ താഴത്തേക്കായിരിക്കും. അതിൻ്റെ റൗണ്ടിൽ താഴത്ത് ഞാനൊരു ചിരട്ടൻ്റെ കഷ്ണമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചിരട്ട കഷ്ണം സംഭവം നല്ല അടിപൊളിയായി, നല്ല മിനുസപ്പെടുത്തി, നല്ല തിളക്കം വന്നു. ഒരു കോട്ട് സീലർ, ഒരു കോട്ട് സ്ലീക്ക് ഗ്ലോസി അടിച്ചു കൊടുത്ത് സംഭവം സെറ്റായി. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് ലൈറ്റ് കൊടുക്കലാണ്. ഒക്കെ ലൈറ്റ് ഞാൻ ഏത് കൊടുക്കും എന്നുള്ളത് കണ്ടുപിടിച്ച് ഇങ്ങനെ ഓൺലൈനിലൊക്കെ നോക്കി ലാസ്റ്റ് കണ്ടുപിടിച്ച് ഈ ഒരു പിക്ചർ ഞാൻ തിരഞ്ഞെടുത്തിട്ട് കൊടുത്തിട്ടുള്ള ഈ ലൈറ്റാണ്. ഹാങ്ങിങ്ങിന് തൂക്കാനും വേണ്ടിയിട്ടുള്ള ലൈറ്റ് ആണ് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഹോൾഡർ, പിന്നെ വാമ് ലൈറ്റ്, ബൾബ് LED ആണ്, വാമാണ് കണ്ട ഫിലമെൻ്റാണ്, പക്ഷേ LED. അതായത് ഇനി ഇതിൻ്റെ ഉള്ളിലൂടെ നേരെ എടുത്തിട്ട് സെറ്റ് ചെയ്യണം. ഇതിൻ്റെ ആദ്യം ഹോൾഡർ സെറ്റ് ചെയ്യുക. ഓക്കെ, ഹോൾഡർ വലിച്ച് സെറ്റ് ചെയ്ത് ഒക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കാനാണ്. അതിൻ്റെ ഉള്ളിലൊരു നോബ് പോലത്തെ ഇതിട്ടിട്ട് നേരെ താഴത്തേക്ക് ഇറക്കി കൊടുക്കുക. ഓക്കെ, നേരെ താഴത്തേക്ക് ഇറക്കി അതവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല കറക്റ്റാക്കിയിട്ട് നേരെ വാമ് ബൾബ് ഇട്ട് കൊടുക്കുക. ഓക്കെ, വാമ് LED ആണ്, പക്ഷേ കാണുമ്പോൾ ഫിലമെൻ്റാണ്, പക്ഷെ എന്നാലും ലൈറ്റ് വാമ് LED ആണ്. തിരിച്ച് ത്രെഡുള്ള ടൈപ്പായിട്ട് എടുത്തിട്ടുള്ളത്. തിരിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഭാഗം അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ കണക്ടർ സെറ്റ് ചെയ്ത് ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യുക, LED ഇതിൽ കൊടുത്ത് വെക്കുക, കണക്ഷൻ കൊടുക്കുക. അടുത്ത പരിപാടി കണക്ഷൻ കൊടുക്കൽ. ലെവലായതിനു ശേഷം കണക്ഷൻ കൊടുക്കുക. കണക്ഷൻ കൊടുത്തിട്ട് പഴയ അവിടെ വേറൊരു ഫാൻസി ലൈറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എടുത്ത് ഒഴിവാക്കി. ഫാൻസി അല്ല, ജസ്റ്റ് ഒരു സ്പോട്ട് ലൈറ്റ് ആയിരുന്നു. അത് എടുത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്ത തന്നെ നമ്മളെ വീട്ടിലാകുമ്പോൾ ഞാൻ ഒരു ലൈറ്റ് പോലും വീട്ടിൽ ക്യാഷ് കൊടുത്ത് വാങ്ങിയിട്ടില്ല. ഫാൻസി ലൈറ്റ് മൊത്തം ഞാൻ ഉണ്ടാക്കിയാണ് വീട്ടിൽ. ആർക്കും വന്ന് കണ്ടാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ഓരോരോ നമ്മളൊരു ചെറിയ കരവിരുത്, പക്ഷേ സംഭവം ഉഷാറായിക്കണ് ലൈറ്റ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റിൽ വീഡിയോയിൽ കാണിച്ചു തരാം ഓണാക്കിയിട്ടുള്ളതൊക്കെ. സെറ്റ് ചെയ്ത് മോളാണ് വീഡിയോ എടുക്കുന്നത്. സെറ്റ് ചെയ്യാണ് ഒക്കെ കഴിഞ്ഞ് വയറൊക്കെ പാകത്തിന് കട്ട് ചെയ്ത് സ്ക്രൂ ടൈറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓണാക്കി നോക്കണം. ഓണാക്കുമ്പോൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു കാഴ്ച എന്നുള്ളത് ഒന്ന് കണ്ടറിയാം. ഓക്കെ, രണ്ട് സൈഡിലും സെറ്റ് ചെയ്തിട്ടാണ്. രണ്ട് പില്ലറാണ്, രണ്ട് പില്ലറിൻ്റെ ഇടയിലും ഓരോന്ന് കൊടുത്ത് സെറ്റ് ചെയ്ത് മുമ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, വേറെ ഫാൻസി ലൈറ്റുകളൊക്കെ. അപ്പോൾ ഇവ അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ മനസ്സിനുണ്ടല്ല ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. സംഭവം സെറ്റ് ചെയ്ത് രണ്ട് സൈഡിലും വളരെ അടിപൊളി. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും സെറ്റാണ്. ഒരാൾ വന്ന് കണ്ടാലും ഒരിക്കലും നമ്മൾ പറയാതെ അറിയില്ലത് ഉണ്ടാക്കിയതാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത്രയും സെറ്റാണ്. അടിപൊളിയായിട്ട് ലിവിങ് റൂമാണ്, മജിലിസ് പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്ത് അൽഹംദുലില്ലാഹ്. അപ്പോൾ ഏതായാലും ആ കാണുന്നത് ഒരു ഈർക്കിളി കൊണ്ട് ഇതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയൊരു ഫാൻസി ലൈറ്റാണ്. ഇപ്പോൾ ഈ താഴെ ടീപ്പോയിൽ കാണുന്നത് ഞാൻ നേരത്തെ ഇതിൻ്റെ കൂടെ ഈ ലൈറ്റിൻ്റെ കൂടെ സിലിക്കണൊക്കെ അടിച്ച സാധനമാണിത്. ഓക്കെ, ഗ്ലോസി അടിച്ച സാധനമാണ്.
അതിലിതുപോലെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ താമസിയാതെ വേറൊരു സാധനം വരാനുണ്ട്, അതിൻ്റെ പണികളിലാണ്. ആ കാണുന്നത് ചിരട്ടയിലുണ്ടാക്കിയൊരു ഫാൻസി ലൈറ്റാണ്. ചിരട്ട മുമ്പ് ചിരട്ടയും ഡ്രില്ല് ഉപയോഗിച്ച് തുളച്ച് കുറച്ച് റിസ്ക് തന്നെയാണ്. പക്ഷെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഒന്നും, ഞാനിതേപോലെ ഒന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിയില്ല. ഏതാണ്ട എന്താ ഭംഗി സംഭവം. ഇതിങ്ങനെ ഇന്ന് മറ്റുള്ള ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്ത് ഇത് മാത്രം വർക്ക് ചെയ്യിച്ചിട്ട് ഇതുണ്ട്, ഇത് മാത്രം വർക്ക് ചെയ്യിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുമ്പോണ്ടല്ലോ, ലിവിങ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അത് വേറൊരു മനസ്സിനൊരു തൃപ്തിയാണ്. നല്ല രസമാണ്. ഫുള്ള് വാമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വാമ ലൈറ്റാണ് എപ്പോഴും ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ലുക്ക്. കണ്ട വലിയ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് മാത്രം ഒന്ന് വർക്ക് ചെയ്താണ്ടല്ലോ, ഒരു വേറെ വൈബ് തന്നെയാണ്. ഏതായാലും സംഭവം പൊളിച്ചിരിക്കുന്നു. കണ്ട ഈ വാമ് ലൈറ്റും ആ മരത്തിൻ്റെ യഥാർത്ഥ കളറും കൂടി ഇത് തിളങ്ങി കാണുമ്പോണ്ടല്ലോ, ഇതിൽ വീഡിയോയിൽ കാണുന്ന മാതിരിട്ടാ നേരിൽ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. കണ്ടാലൊരു ലൈക്ക് അടിക്കുക. ഓക്കെ.